നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. പഴം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊലി വെറുതെ ദൂരേക്ക് വലിച്ചെറിയുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഈ പഴത്തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള 5 ഉപയോഗങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ 5 ഉപയോഗങ്ങൾ എന്നറിയാനായിട്ട് വീഡിയോ കാണാം. കഠിനമായ തലവേദന തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴത്തൊലി മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച ശേഷം എടുത്ത ഒരു പഴത്തൊലിയാണിത്. ഇത് ഇതുപോലെ നെറ്റിയിൽ വെച്ച് കൊടുക്കുക. കുറച്ചു നേരം ഇങ്ങനെ തന്നെ ഇത് വെക്കണം. പഴത്തൊലിയുടെ തണുപ്പ് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതിയാകും. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതുപോലെ ഇത് നെറ്റിയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇത് എടുത്തു മാറ്റുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിലീഫ് കിട്ടും. അപ്പോൾ തലവേദന മാറാനായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രാണികളോ മറ്റോ കടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അസ്വസ്ഥത മാറാനും നമുക്ക് പഴത്തൊലി ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇതുപോലൊരു പഴത്തൊലി എടുത്തതിന് ശേഷം ഇങ്ങനെ മടക്കി നമുക്ക് കയ്യിൽ എവിടെയാണോ നമ്മുടെ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് അവിടെ നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഉരച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ പ്രാണി കടിച്ച ഭാഗത്തുള്ള അസ്വസ്ഥത മാറാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഒരു പഴത്തൊലി മാത്രം മതി. കണ്ണിന് താഴെയുള്ള പഫിനെസ്സും അതുപോലെ ഡാർക്ക് സർക്കിൾസും ഒക്കെ കൂടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് മാറാനും നമുക്ക് പഴത്തൊലി ഉപയോഗിക്കാനായിട്ടാകും. അതിനായിട്ട് ഇതുപോലെ പഴത്തൊലി കൃത്യമായി മുറിച്ചെടുക്കുക. ഇത് കണ്ണിന് താഴെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇത് എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ണിന് താഴെയുള്ള പഫിനെസ്സും അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസും ഒക്കെ മാറാൻ ഇത് നന്നായിട്ട് സഹായിക്കും. മുഖത്ത് പിമ്പിൾസും വരകളും ചുളിവുകളും ഒക്കെ കൂടുതലായി കാണുന്നോ? അങ്ങനെയാണെങ്കിൽ അതിനും ഫലപ്രദമായിട്ട് നമുക്ക് പഴത്തൊലി തന്നെ ഉപയോഗിക്കാനാകും. ഇതുപോലെ പഴത്തൊലി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ മുഖത്ത് വൃത്താകൃതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. രാത്രിയൊക്കെ ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഉറങ്ങാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ചർമ്മം ബ്രൈറ്റ് ആകാനും ഇത് സഹായിക്കും. ഇനി മുഖത്തിടാൻ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മുടെ പഴത്തൊലി അരിഞ്ഞു വെച്ചത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇവിടെ നമ്മൾ പേസ്റ്റ് രൂപത്തിലായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖം ബ്രൈറ്റ് ആകാനും മുഖത്തുള്ള വരകളും ചുളിവുകളും ഒക്കെ മാറാനും ഇത് വളരെ നല്ലതാണ്. ഒരു തിൻ ലെയർ പോലെ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈവനിങ് ആണ് ഈ ഒരു മാസ്ക് ഇട്ട് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഒരു 15 മിനിറ്റ് ഇത് മുഖത്ത് വെച്ചതിന് ശേഷം നന്നായി ഉണങ്ങിയ ശേഷം കഴുകി മാറ്റാം. 15 മിനിറ്റിന് ശേഷം ഞാനിവിടെ കഴുകി മാറ്റിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടാകും അല്ലേ? മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തൈര് മുഖത്തിലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യുകയും ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും സൺ ടാൻ റിമൂവ് ആകാനും സഹായിക്കും. അരിപ്പൊടിയും ചർമ്മം ബ്രൈറ്റ് ആകാൻ സഹായിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിനാണ് നമ്മളൊരു മാസ്ക് തയ്യാറാക്കിയത്. പഴത്തൊലിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി മൈക്രോബിയലും ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമായ ഘടകങ്ങളാണ് മരുന്ന് പോലെ നമ്മുടെ ചർമ്മത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.